നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. 1889 ഇന്ദുലേഖ എഴുതപ്പെട്ടു. ഒ ചന്തുമേനോൻ. അതിൻ്റെ ഇന്ദുലേഖയുടെ രൂപം നമുക്ക് വരച്ച് കാണിച്ചു തന്നത് രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മ ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് മാധവൻ്റെ പ്രണയലേഖനം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇന്ദുലേഖയുടെ ചിത്രം. ശരിക്കും പറഞ്ഞാൽ ഞാൻ 9-ലോ 10-ലോ പഠിക്കുമ്പോൾ ഈ നോവല് മലയാളം സെക്കൻഡ് പേപ്പറായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും പ്രധാനപ്പെട്ട പഠിക്കേണ്ട കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഇന്ദുലേഖയെക്കുറിച്ച്, അവരുടെ കുറിച്ചുള്ള സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണന, സൂര്യനമ്പൂതിരിപ്പാടിനെക്കുറിച്ച്, അതേപോലെ തന്നെ പഞ്ചുമേനോനെക്കുറിച്ച്, മാധവനെക്കുറിച്ച് ഒക്കെ ഒരുപാട് പേരെക്കുറിച്ച് അതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനകത്തൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നത് സത്യത്തിൽ അതിനകത്ത് ഒരുപാട് ഹാസ്യമൊക്കെ ഉള്ളൊരു നോവലാണ്. പക്ഷേ എനിക്കതിന് ഹാസ്യമൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് ചന്ദ്രക്കാരൻ്റെ രൂപവർണ്ണനയാണ്. തടിച്ചിരുണ്ട ശരീരം, അരയിലൊരു ചുവന്ന തുണി കൊണ്ടുള്ള കെട്ട്, ഒരു കിണ്ടി. ഇതാണ് പുള്ളിയുടെ, അതായത് അവസാനത്തെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്. ആകെക്കൂടി നോക്കിയാൽ ഒരു ഗോളാകൃതി. അതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൺക്ലൂഷൻ. പലപ്പോഴും ഞാനത് പഠിച്ചതിന് ശേഷം ഒരിക്കലും ഞാനത് വായിച്ചിട്ടില്ല നോവൽ. പക്ഷേ എന്നിരുന്നാലും എൻ്റെ വായിൽ പലപ്പോഴും വന്നു പോകാറുള്ളൊരു പദപ്രയോഗമാണ് ആകെക്കൂടി നോക്കിയാൽ ഒരു ഗോളാകൃതി. ഞാൻ പലരെക്കുറിച്ചും ഇപ്പോൾ എന്നെ തന്നെ പലപ്പോഴും ഞാൻ വണ്ണം വെക്കും പറയണം, ഞാനിപ്പോൾ ആകെക്കൂടി നോക്കിയൊരു ഗോളാകൃതി പോലെയായി എന്നൊക്കെ ഞാൻ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളിടത്ത്, അത് ബോഡി ഷേമിങ് എന്നൊക്കെ പറയാൻ എന്നാലും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു തമാശ പറയാൻ സ്വാതന്ത്ര്യമുള്ളിടത്തൊക്കെ ഞാൻ ഇപ്പോൾ കണ്ട ആളെ കൂടെ നോക്കിയൊരു ഗോളാകൃതി പോലെ ആയി എന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പലപ്പോഴും പല നോവലുകളും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പെരുമ്പടവം ശ്രീധരൻ്റെ നോവലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങി വയ്ക്കാറുണ്ട്. ഒരു സങ്കീർത്തനം പോലെ അങ്ങനെ വാങ്ങി വെച്ച് പലതവണ വായിച്ചു വരണമാണ്. മുൻപേ പറക്കുന്ന പക്ഷികൾ, അത് ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. പക്ഷേ ഞാൻ പുസ്തകം വാങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ റാം വേഴ്സസ് ആനന്ദി എന്ന് പറയുന്ന ഒരു നോവൽ ഞാൻ എൻ്റെ മോൻ മധ്യപ്രദേശിലായപ്പോൾ അവനെ കാണാൻ പോകുന്ന ആ യാത്രയിൽ വായിച്ച ഒരു നോവലാണ്. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കും, ആ സമയത്തല്ല നമ്മൾ വീട്ടിലിരുന്നാണ് അത് വായിച്ചെങ്കിൽ നമുക്കത്ര ആ നോവൽ അത്ര നമുക്കൊരു മനസ്സിൽ തട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ എനിക്കത് മനസ്സിൽ തട്ടി ഉൾക്കൊണ്ട് വായിക്കാൻ സാധിച്ചത് ആ യാത്രയിൽ വായിച്ചപ്പോഴാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ ഞാനത് വായിച്ചു തീർത്തു. കാരണം ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അതിനകത്തെ കഥാപാത്രത്തിൽ പറയുന്ന പോലെ തന്നെയുള്ള സ്ത്രീകൾ നമ്മുടെ ഈ ട്രെയിനിൽ കയറി വന്ന് നമ്മളെ ശല്യം ചെയ്യുന്നതും, സ്ത്രീകളോട് അത്ര ശല്യമില്ല, പുരുഷന്മാരോട് വളരെയധികം ശല്യം ചെയ്യുന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമുക്കത് കണ്ടപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് നമുക്കത് ഉൾക്കൊണ്ട് ഒന്ന് വായിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിവരെ എനിക്കതാണ് അവരിഷ്ടം പോലെ അങ്ങനെ ഞാൻ ആ നോവൽ വായിച്ചതൊക്കെ തീർന്നുകൂടെ നീളം ഇവരിങ്ങനെ വരുന്ന മുന്നിൽ കൂടി പോകുമ്പോൾ നമുക്കത് അറിഞ്ഞ് വായിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നോവലുകളുണ്ട്. പക്ഷേ ചിലരൊക്കെ പറഞ്ഞ നോവലുകൾ ഇപ്പോഴും എനിക്ക് വായിക്കാൻ സാധിക്കാത്ത നോവലുകളുണ്ട്. മുൻപേ പറക്കുന്ന പക്ഷികൾ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. അങ്ങനെ ചിലരൊക്കെ ചിലത് പറയുമ്പോൾ ഞാൻ വായിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ നോവൽ ഞാൻ പലപ്പോഴും പകുതി വെച്ച് നിർത്തി. എനിക്ക് വായിക്കാൻ ഇതുവരെ മുഴുവൻ സാധിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാലം എൻ്റെ ഡിഗ്രി കാലമാണ്. വാഴൂർ ഞാൻ SVR NSC പഠിച്ച കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അവിടുത്തെ ലൈബ്രറിയൻ രാജീവ് ചേട്ടനായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ജാടയ്ക്ക് വേണ്ടി തുടങ്ങിയാണ് ഈ വായന. ഞാൻ വായിക്കുന്ന ആളാണെന്നൊക്കെ ഒന്ന് കാണിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഈ വായന എന്ന് പറയുന്നത്. അന്ന് ആ ലൈബ്രറിയിൽ മിക്കവാറും പുസ്തകങ്ങൾ ആദ്യം എത്തുന്നത് എൻ്റെ കയ്യിലായിരുന്നു. കാരണം രാജീവേട്ടൻ ഞാൻ ഇങ്ങനെ ഈ പുസ്തകങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോൾ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ എന്നോട് പറയും, ഇതുപോലെ നമ്പർ ഇട്ടിട്ടില്ല, നാളെ വന്നാൽ ഞാൻ പുസ്തകം പുതിയത് വന്നിട്ടുണ്ട് തരാം. അപ്പോൾ ആദ്യം ഈ പുസ്തകങ്ങൾ കിട്ടുന്നത് എൻ്റെ കയ്യിലായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു ശീലമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ ചിക്കൻ ബോക്സ് പിടിച്ചു. അപ്പം ബോറടി മാറ്റാൻ വേണ്ടി ആങ്ങളെ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തത് തരും. അപ്പോൾ ആദ്യമൊക്കെ 1ഉം 2ഉം ഒക്കെ എടുത്തു. പിന്നെ പുള്ളി ചോദിച്ചു, ഞങ്ങളുടെ ഒരു അമ്മാവനായതുകൊണ്ട് പുള്ളി ചോദിച്ചത് എന്നാടാ ഇങ്ങനെ എന്നും എടുത്തുകൊണ്ട് പോകുന്നത് ചോദിച്ചപ്പോൾ ഇതുപോലെ പെങ്ങൾക്ക് ഇങ്ങനെ സുഖമില്ലായിരിക്കും. അപ്പോൾ പുള്ളി ഒരു 5ഉം 6ഉം പുസ്തകങ്ങൾ ഒരുമിച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു 10-14 ദിവസം ചിക്കൻ ബോക്സ് കഴിയുന്ന സമയം കൊണ്ട് ഒരു 10-30 പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. വലിയ 500-1000 പേജുള്ള പുസ്തകങ്ങളൊന്നുമല്ല കേട്ടോ, ഞാൻ തള്ളുന്നതല്ല. ചെറിയ ചെറിയ പുസ്തകങ്ങൾ, പല വലിപ്പത്തിലുള്ള ചെറിയ പുസ്തകം. കാരണം ഉറക്കമൊന്നുമില്ലല്ലോ, നമ്മൾക്ക് ഫുൾ ടൈം റെസ്റ്റ് അല്ലേ. അതേപോലെ തന്നെ കൊറോണ കാലത്ത് ഞാൻ വായിക്കാൻ വാങ്ങി വെച്ചിരുന്ന കുറേ പുസ്തകങ്ങൾ വായിച്ചു തീർത്തത് എൻ്റെ കൊറോണ കാലത്താണ്. കാരണം ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് ഇഷ്ടംപോലെ വായിക്കാൻ സമയം കിട്ടും. അപ്പോൾ അങ്ങനെ വായന ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമുക്കിപ്പോൾ അതുപോലെ കുത്തിയിരുന്ന് ആസ്വദിച്ച് വായിക്കാനൊന്നും സമയം കിട്ടാറില്ല, പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വായന ഒരു ഹരം തന്നെയാണ്. നമ്മൾ ആഴ്ന്നിറങ്ങിച്ചെന്ന് നമുക്ക് അതിൻ്റെ മുമ്പിൽ കൂടെ ഓരോന്നും വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ ഇറങ്ങി വന്നാൽ അത് അവതരിപ്പിക്കുന്ന പോലൊക്കെ തോന്നുന്ന ഒരു
അവസരമൊക്കെ എനിക്ക് ഈ മുൻപേ പറക്കുന്ന പക്ഷികളൊക്കെ വായിക്കുമ്പോഴും അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സങ്കീർത്തനം പോലെയൊക്കെ വായിച്ചപ്പോഴും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില കഥാപാത്രങ്ങൾ നമ്മൾ തന്നെയാണോ എന്ന് ആലോചിച്ച് പോകും അല്ലേ. ചില കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെയൊക്കെ പോകുന്ന ആരെങ്കിലും ഒക്കെയാണെന്ന് ആലോചിച്ച് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സിനിമ കണ്ട് തീരുമ്പോൾ നമ്മളത് മനസ്സിലാവും. പക്ഷേ എന്നാലും വായിച്ച പുസ്തകങ്ങൾ കുറച്ച് മനസ്സിൽ നിന്ന് പോകാത്ത ഒരുപാട് പുസ്തകങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ കാണും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ അതെനിക്ക് സഹായമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കറിയാത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ടാവുമല്ലോ ഇതുപോലെ ഭയങ്കരമായിട്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞാണ് ഒരു പുസ്തകം, സത്യം പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊരു പട്ടിയുടെ ആയിരുന്നു. ഞാനതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ. ഓർക്കുമ്പോൾ ഞാൻ കമൻറ്റിലിടാം. അത് പകുതി വായിച്ചു, പക്ഷേ മുഴുവൻ നല്ല രസമായിരുന്നു. പക്ഷേ എനിക്കത് അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ആദ്യം തുടങ്ങുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല, പക്ഷേ പിന്നെ വായിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഹരം മനസ്സിലാകുന്നത്. പക്ഷേ ആ ഹരത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, എനിക്കൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ഫോളോ ചെയ്യുക. നന്ദി.